ഹായ് ഓൾ, എൻ്റെ പേര് ബഹാവുദ്ദീൻ. കൊമേഴ്സ് എത്താൽ പണി കിട്ടും, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ ഉദ്ദേശിച്ച പണിയല്ല. അതായത് കൊമേഴ്സിൻ്റെ ജോലി സാധ്യതകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ വരുന്ന 10 വർഷത്തിൽ ഏറ്റവും കൂടുതൽ ബൂം ഉണ്ടാകാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ജോലി സാധ്യതകളും അനന്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതൊക്കെയാണ് കൊമേഴ്സ് പഠിച്ചാൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ജോലികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സെക്ടേഴ്സിലാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് എന്നതാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. സോ ആദ്യമായി തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ജോലി സാധ്യത കാത്തിരിക്കുന്നത് അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖലയാണ്. ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ഫൈനാൻസ് മേഖല നോക്കുമ്പോൾ CA, CMA, CS, അതുപോലെ ഫൈനാൻഷ്യൽ അനാലിസ്റ്റ്, ഓഡിറ്റർ, ടാക്സ് കൺസൾട്ടൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, സ്റ്റോക്ക് ബ്രോക്കർ തുടങ്ങിയ ഒരുപാട് മേഖലകൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. CA, ACCA, CMA തുടങ്ങിയ മേഖലയുടെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ ലക്ഷങ്ങളോളം നമുക്ക് സാലറി കിട്ടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. ഓക്കെ അല്ലേ? സോ ഒരുപാട് കുട്ടികൾ ഈ ഒരു സമയത്തും അത് പഠിക്കുന്നുണ്ട്. ഒരുപാട് ആളും ജോലി കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് എന്ത് CA, CMA തുടങ്ങിയിട്ടുള്ള മേഖലകൾ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ നമുക്ക് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കേണ്ടത് MNCസിലാണെങ്കിലും മൾട്ടിനാഷണൽ കമ്പനീസിലൊക്കെയാണ് നമുക്ക് എന്തുള്ളത്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ കാത്തിരിക്കുന്നത്. ഇനി രണ്ടാമത് മറ്റൊരു പ്രധാനപ്പെട്ട സെക്ടറാണ് ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് സെക്ടർ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബാങ്കിങ്ങിൻ്റെ കേസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ബാങ്ക് മാനേജറായിട്ടും അതുപോലെ തന്നെ ഇൻഷുറൻസ് അഡ്വൈസറായിട്ടും ലോൺ ഓഫീസറായിട്ടും ക്രെഡിറ്റ് അനാലിസ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമുക്ക് ജോലി സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഓക്കെ അല്ലേ? അതായത് ഒരുപാട് വലിയ ബാങ്കുകളായിട്ടുള്ള RBI ആണെങ്കിലും SBI ആണെങ്കിലും ഇത്തരത്തിലുള്ള ബാങ്കുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റും. എന്തിലൂടെ? കൊമേഴ്സ് പഠിക്കുന്നതിലൂടെ എന്നുള്ളതാണ് സത്യാവസ്ഥ. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ഒരു സെക്ടറാണ് ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് സെക്ടർ. ഈ ഒരു ബിസിനസ് ആൻഡ് മാനേജ്മെൻറ്റ് സെക്ടറിൻ്റെ കേസിലേക്ക് നോക്കുമ്പോൾ നമുക്ക് MBA പഠിക്കാൻ പറ്റും. MBA എന്ന് പറഞ്ഞാൽ 3 തരത്തിൽ MBA ഉണ്ട്. മാർക്കറ്റിംഗ് മാനേജറായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, HR മാനേജറായി നമുക്ക് ചെയ്യാൻ പറ്റും, ഇനി ഫൈനാൻഷ്യൽ മാനേജറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, MBAയിലൂടെ നമുക്ക് ജോലി സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദെൻ ബിസിനസ് അനാലിസ്റ്റ്, പ്രൊജക്റ്റ് മാനേജർ, ഓപ്പറേഷൻസ് മാനേജർ, അതല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു സ്റ്റാർട്ടപ്പോ അല്ലെങ്കിൽ ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊമേഴ്സ് പഠിച്ചാൽ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സോ MBAൻ്റെ കേസിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ IIM എന്നൊക്കെ MBA കഴിഞ്ഞിറങ്ങുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ലക്ഷക്കണക്കിന് സാലറീസാണ് IIM എന്ന് MBA കഴിഞ്ഞ് ഇറങ്ങുന്ന കുട്ടിയെ കാത്തിരിക്കുന്നത്. ഓക്കെ, സോ MBA പോലുള്ള കോഴ്സുകളൊക്കെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊമേഴ്സിൻ്റെ ഏറ്റവും പ്രീമിയം കോഴ്സുകളാണ്, അതായത് പ്രൊഫഷണൽ കോഴ്സുകളായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണെന്ത് MBA പോലുള്ള കോഴ്സുകളൊക്കെ. ഓക്കെ, ഇനി മറ്റൊരു സെക്ടർ, ഇനി ഇതൊന്നും അല്ലാതെ നമുക്ക് ഗവൺമെൻറ് ജോലിയിലേക്ക് നമുക്ക് താല്പര്യമെന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് UPSCയിലൂടെയും PSCയിലൂടെയും ഇനി അതല്ല SSC നമുക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇനിയിപ്പം റെയിൽവേയിലും ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ അക്കൗണ്ട് സർവീസിലൊക്കെ നമുക്ക് എന്തുണ്ട്, ജോലി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഗവൺമെൻറ് അക്കൗണ്ടൻ്റ് ആയിട്ട് എല്ലാ മേഖലയിലും നമുക്ക് എന്ത് കിട്ടുന്നതാണ്, ജോലി കിട്ടുന്നതാണെന്നുള്ളതാണ് കാര്യം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കൊമേഴ്സ് പഠിച്ച് ഗവൺമെൻറ് ജോലിയിലേക്ക് കയറാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ്റിൽ നമുക്ക് എന്തുണ്ട്, ഒരുപാട് ജോലി സാധ്യതകൾ എന്ത് എന്നുള്ളതാണ് സത്യം. ഇനി മറ്റൊരു സെക്ടറിൻ്റെ കേസാണ് പുത്തൻ കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള മറ്റൊരു മേഖലയാണ് കൊമേഴ്സിൻ്റെ മേഖല എന്ന് പറയുമ്പോൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്ററായിട്ടും കൊമേഴ്സ് മാനേജറായിട്ടും കണ്ടന്റ് മാനേജറായിട്ടും അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്ററായിട്ടും SEO സ്പെഷ്യലിസ്റ്റായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഫ്ലിപ്കാർട്ട്, ആമസോൺ തുടങ്ങിയ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് സത്യം. ഓക്കെ, നെക്സ്റ്റ് ഏറ്റവും അവസാനത്തിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ലോ ആൻഡ് കംപ്ലയൻസിലേക്കാണ്. അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു അഡ്വക്കേറ്റ് ആവാനാണ് അല്ലെങ്കിൽ ഒരു വക്കീലാവാൻ ആഗ്രഹമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ BBA പഠിച്ച് BBAയുടെ കൂടെ LLB നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഓരോ വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനീസിൻ്റെയും കോർപ്പറേറ്റ് ലോവറായി മാറാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതായത് വലിയ വലിയ കമ്പനീസിൻ്റെ കോർപ്പറേറ്റ് ലോയറായി, അതായത് നമുക്ക് അഡ്വൈസറായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, പ്രവർത്തിക്കാൻ പറ്റുന്നതാണെന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ കംപ്ലയൻസ് ഓഫീസറായിട്ടും റിസ്ക് അനാലിസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലി ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെക്ടറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമായി നമുക്ക് ആസ് എ പ്രൊഫസറാവും, അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് കോളേജുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ജോലി ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്കൂൾസിലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊമേഴ്സ് പഠിച്ചാൽ അധ്യാപകനായി നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അവിടേക്ക് നമുക്ക് നെറ്റും സെറ്റും തുടങ്ങിയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇനി അതൊന്നും അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു PhD ഒക്കെ നമുക്കൊരു റിസർച്ച് സ്കോളറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, നമ്മുടെ കരിയർ നമുക്ക് റിസർച്ചിങ്ങിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി ഇതൊന്നും അല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ലാതെ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്, കൊമേഴ്സ് മേഖലയിൽ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡാറ്റ അനാലിസ്റ്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. ദെൻ ജേർണലിസം, കണ്ടന്റ് ക്രിയേഷനിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ദെൻ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻറ്റ്, ഫോറിൻ ട്രേഡ് അനാലിസ്റ്റ്, ഇവന്റ് മാനേജർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മേഖലയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ കൊമേഴ്സ് പഠിച്ചാൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നതാണ്.
സോ ഇപ്പോൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഒരുപാട് മേഖലയിൽ കൊമേഴ്സിനെ പറ്റി എന്തുണ്ട്, ജോലിയുണ്ട് എന്നുള്ളതാണ്. ഒരുവിധം എല്ലാ മേഖലയിലും നമുക്ക് എന്തുണ്ട്, കൊമേഴ്സ് പഠിച്ച ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജോലി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വസ്തുതാപരമായിട്ടുള്ള കാര്യം. എന്നാൽ ഈ പറഞ്ഞ ജോലി സാധ്യതകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കാൻ കുറച്ച് സ്കില്ലുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്കില്ലുകളാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പ്രസൻറ്റേഷൻ സ്കിൽ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ. മറ്റൊന്ന് ടാലി, എക്സൽ, സാപ്പ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും ജോലിക്ക് നമുക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. ഇനി ഫൈനാൻഷ്യൽ മോഡലിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഡാറ്റ അനലിസ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ട്രേഡിംഗ്, ഈ സ്കില്ലുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നതാണ്, നമ്മുടെ ജോലിയെ ഒന്നും കൂടി നമുക്ക് എഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ജോലി കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൊമേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇത്രമാത്രം വാസ്റ്റ് ആണ് എന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ കൊമേഴ്സ് പഠിച്ചാൽ പണി കിട്ടുമെന്ന്.